ഈ 3000 രൂപ കൂട്ടിക്കൊടുത്ത് ഒട്ടും ശരിയായില്ല, 21,000 ആക്കണം. ആരെ പറയുന്നത് അറിയോ? ഇച്ചങ്ങായി ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പാവം ആശാവർക്കർമാർ 265 ദിവസം. എടോ ബാലഗോപാല, ഉളുപ്പുണ്ടോ പറയാൻ ഇങ്ങനെ? ഇതാണ് പറഞ്ഞത്. CPM-കാർ ഒരു കാലത്തും നന്നാവില്ല എന്ന് പറയാൻ കാരണം നിന്റെ പോലെ ഇമാതിരി ഓരോ പാഴ് ജന്മങ്ങളുണ്ടല്ലോ. ഉളുപ്പ് വേണ്ടടോ, ഉളുപ്പ്. താൻ ധനകാര്യമന്ത്രിയായിരുന്ന കാലത്തല്ലടോ 265 ദിവസം ഈ സ്ത്രീകൾ, അമ്മമാര്, സഹോദരിമാര് പൊരി വെയിലത്ത് പെരുമഴയത്ത് സമരം നടത്തിയത്. എത്ര ദിവസം? 265 ദിവസം. 10 പൈസ കൂട്ടിക്കൊടുത്തോളൂ. താൻ 10 പൈസ കൂട്ടിക്കൊടുത്തോ? അവസാനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട്, വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴൊരു 1000 രൂപ കൂട്ടിക്കൊടുത്തു അല്ലേ? എന്നിട്ടോ ഒരു കാര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ബജറ്റിലും ഒരു 1000 രൂപ കൂട്ടിക്കൊടുത്തു. കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ ആകെ കൂട്ടിക്കൊടുത്ത ഈ 2000 റുപ്യല്ലേ അല്ലേ? കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ദിവസം 700 രൂപ എന്ന് പറയുന്ന മിനിമം വേജസ് ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 2021 നിങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. എന്നിട്ട് പോകാൻ നേരത്ത് 4.25 വർഷം കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തിട്ട് 265 ദിവസം സമരം ചെയ്തിട്ട് ഈ സമരത്തെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈർക്കൽ പാർട്ടികളാണ്, ഇവര് പാട്ടകുലുക്കികളാണ്, ഇവര് സുരേഷ് ഗോപിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്, ഇവര് സാംക്രമിക രോഗം പരത്തുന്ന കീടാണുക്കളാണ്. എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ തോറ്റമ്പിയിട്ട് ഇപ്പൊ സതീശൻ സർക്കാർ വന്നിട്ട് ആദ്യത്തെ ദിവസം 3000 രൂപയാണ് കൂട്ടിക്കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇതാ വരും ദിവസങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കട്ടെ, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആനുപാതികമായി കൂട്ടിത്തരാം. ഇത് ഫുൾ ഹാപ്പിയാണ് ആശാവർക്കർമാർ ഇതിനെ എന്താ പറയാ കയ്യടിച്ച് അഭിനന്ദിച്ചു. ഇവന് ക്രിമികടി ആർക്ക്? സതീഷ് ബാലഗോപാലിന്. മല എലിയെ പ്രസവിച്ചാൽ ഇവനെ ഒന്നും പ്രസവിച്ചില്ലല്ലോ. മല എലി. അത് ഇന്ന് ആശാവർക്കർമാർ പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാർ തന്നെ ഇവനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കണ്ടല്ലോ. ഇതാണ് CPM ആശാവർക്കർമാർ. സമയമുണ്ടായിട്ടും പുലിയെ പ്രസവിച്ചില്ലല്ലോ എന്ന് ആശമാര് പറയാണ്. എടോ ബാലഗോപാല, 5 വർഷം സമയം ഉണ്ടായിട്ട് ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് മല എലിയെ തന്നെങ്കിലും പ്രസവിച്ചല്ലോ അല്ലേ? തന്റെ സർക്കാർ 5 വർഷം ഭരിച്ചിട്ട് താൻ എന്തിനെയാടോ പ്രസവിച്ചത്? പുലിനെ പ്രസവിച്ചോ എന്ന് ചോദിക്കുന്നത് ആരാണ്? ആശാവർക്കർമാർ ഇതിനെ ചോദിക്കുകയാണ്. ആവശ്യത്തിന് സമയം കിട്ടിയിട്ടും ഓണറേറിയം വർദ്ധിപ്പിക്കാത്ത LDF സർക്കാരിന് ആശമാരുടെ വിമർശനമല്ല, ചെകിട്ടത്തടിക്കാണ്. ബാലഗോപാലിന്റെയും പിണറായി വിജയന്റെയും ചെകിട്ട് നോക്കിയിട്ടാണ് ആശാവർക്കർമാർ അടിച്ചത്. മിണ്ടരുത്, പുറത്താക്കിയതാണ് നിങ്ങളെ തോന്നിയാസത്തിന് നെറികടില്ല. ഇനിയും വർത്താനം പറയുള്ളൂ. മിണ്ടരുത് ബാലഗോപാല, നീ ഇനി വായ തുറന്നു പോകരുത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് കേട്ടോ. സമയം കിട്ടിയിട്ടും പുലിയെ പ്രസവിച്ചില്ലല്ലോ എന്നായിരുന്നു പത്രസമ്മേളനത്തിൽ ആശാപ്രവർത്തകരുടെ ചോദ്യം. ആശമാർക്ക് ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചതിനെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചിരുന്നു. മല എലിയെ പ്രസവിച്ച പോലെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസവിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ. എലിയെ പ്രസവിച്ചാലും പുലിയെ പ്രസവിച്ചാലും വേദനയുണ്ടാവും. പുലിയെ പ്രസവിക്കാൻ 9 മാസം സമയം നൽകി. 9 മാസമാണ് ആശാവർക്കർമാർ ഇവന് സമയം കൊടുത്തത്. ഒന്ന് പ്രസവിക്കടോ എന്ന് പറഞ്ഞിട്ട് ബാലഗോപാൽ പ്രസവിച്ചില്ല. ഇപ്പോഴാണ് സതീശൻ വന്ന് പ്രസവിച്ചപ്പോഴാണ് പറഞ്ഞത്, ഓ എലി അടിക്കണ്ടവനെ അല്ലേ? അതാ പറഞ്ഞത്. ആശാവർക്കർമാർ ചെകിട്ടടിച്ച് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. ചെകിട്ടടിച്ച് പൊട്ടിക്കുക തന്നെയായിരുന്നു. ഈ തോറ്റു കഴിഞ്ഞാലും ഉളുപ്പില്ലാത്ത ജന്തുക്കളാണ് കേട്ടോ CPM-കാര്. ഇവനൊക്കെ കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അടിയല്ലേ? ആദ്യത്തെ ദിവസം ആലോചിക്കണം. ആദ്യത്തെ ദിവസം 3000 രൂപ കൂട്ടുകയാണ്. എന്നിട്ട് 265 ദിവസം സമരം ചെയ്തിട്ടും കൂട്ടത്തോൻ പറയാണ്, ഓ എന്ത് 3000, ഒരു മല എലിയെ പ്രസവിച്ച പോലെ. ഇമ്മാതിരി CPM നിങ്ങൾ തോറ്റതിൽ എന്താണ് അത്ഭുതം? നിങ്ങൾ നേരത്തെ തിരിച്ചു വരുന്നൊക്കെയാണ്. തിരിച്ചു വരുന്നാണ് വിജയം പറയുന്നത്. തിരിച്ചു വരത്ര? എവിടെ തിരിച്ചു വരാൻ? ബംഗാളിൽ തിരിച്ചു വന്നല്ലോ അല്ലേ? ഒരാള് കഴിഞ്ഞ തവണ 0 എലി, ഇപ്രാവശ്യം 1.
ഇവിടെ ബംഗാൾ, ഓ ബംഗാൾ നോക്കൂ, ബംഗാൾ ബംഗാൾ ബംഗാൾ. അവസാനം എന്തായി? കുറ്റിയറ്റ് പോയില്ലേ, ത്രിപുരയില് പോയില്ലേ, തെലങ്കാനയിൽ പോയില്ലേ, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോയില്ലേ, കേരളത്തിലും പോയില്ലേ. എന്നിട്ട് നെകളിപ്പ്. ആശാവർക്കന്മാർ ബാക്കി പറയാണ്, പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. എലിയെ പ്രസവിച്ചാലും പുലിയെ പ്രസവിച്ചാലും വേദനയുണ്ടാവും. പുലിയെ പ്രസവിക്കാൻ 9 മാസം സമയം നൽകിയില്ലേ, അത് പ്രസവിക്കാതെ വയറ്റിൽ കിടന്ന് ചാവിള്ളയായി. പ്രവർത്തകർ പറയാണ്, കേക്ക് ഗോപാല, ബാലഗോപാല, എണ്ണ തേപ്പിക്കുന്ന ബാലഗോപാലൻ പിണറായിനെ എണ്ണ തേപ്പിച്ച് അവസാനം ഒരു വഴിക്കായില്ലേ അല്ലേ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശമാരെ പരിഗണിച്ചതിനും ഓണറേറിയം ഉയർത്തിയതിനും സന്തോഷമുണ്ട്. വേതന വർധന പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും UDF നന്ദി പ്രകടിപ്പിച്ച് വ്യാഴാഴ്ച വിജയ ആഘോഷം സംഘടിപ്പിക്കും. ആശാവർക്കർമാര് വി ഡി സതീശന് വിജയ ആശംസ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വിജയ ആഘോഷം നടത്താൻ പോവുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് ആശാവർക്കർമാരെ ഇത്രയും ദ്രോഹിച്ചവൻ. അന്നൊക്കെ എന്താ ബാലഗോപാൽ പറഞ്ഞറിയോ, ഞങ്ങളല്ല കൂട്ടേണ്ടത്, ഞങ്ങളല്ല, സംസ്ഥാന സർക്കാർ അല്ല കൂട്ടേണ്ടത്, കേന്ദ്രം കൂട്ടേണ്ടതാണ്. ഏതായാലും ബാലഗോപാലന്റെ ആപ്പീസ് എന്താ ആപ്പീസ് കൂട്ടാൻ അല്ലേ. ഉളുപ്പും മാനും ഇല്ലാത്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലേ, ഉളുപ്പും മാനും ഇല്ലാത്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അല്ലേ.